ആ വലിയ വീട്ടിൽ കാശിക്കും ദക്ഷയ്ക്കും പുറമെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, പാറു അമ്മ. മംഗലത്ത് കുടുംബത്തിന്റെ പണ്ടു മുതൽക്കേയുള്ള കാര്യസ്ഥൻ ഗോപാലേട്ടന്റെ ഭാര്യയായിരുന്നു അവർ. കുറച്ചു കാലം മുൻപ് ഗോപാലേട്ടൻ മരിച്ചതോടെ പാറു അമ്മ ആകെ ഒറ്റപ്പെട്ടുപോയി. മക്കളൊന്നുമില്ലാതിരുന്ന അവരെ കാശിനാഥ് സ്വന്തം അമ്മയെ പോലെയാണ് കണ്ടിരുന്നത്. കാശിയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ട ആ നാളുകളിൽ അവന് ഒന്നിൻ്റെയും കുറവ് വരുത്താതെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചും നോക്കിയും വളർത്തിയത് പാറു അമ്മയായിരുന്നു. കാശിനാഥിന് ഈ ലോകത്ത് ആരോടെങ്കിലും ബഹുമാനവും സ്നേഹവും ഉണ്ടെങ്കിൽ അത് പാറു അമ്മയോട് മാത്രമായിരുന്നു. എന്നാൽ ഇന്നലെ ദക്ഷയെ കാശി ബലമായി തട്ടിക്കൊണ്ടുവരുമ്പോൾ പാറു അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. ഗോപാലേട്ടന്റെ മരണാന്തര ചടങ്ങുകളുടെ ആവശ്യങ്ങൾക്കായി അവർ സ്വന്തം നാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. രാത്രിയിലെ ആ കറുത്ത ഓർമ്മകൾക്കൊടുവിൽ മംഗലത്ത് തറവാട്ടിലേക്ക് പതുക്കെ വെളിച്ചം വീണു തുടങ്ങി. നേരം വെളുത്ത് അധികം വൈകാതെയാണ് ഗോപാലേട്ടന്റെ മരണാന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പാറു അമ്മ തറവാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. മുറ്റത്തേക്ക് കയറുമ്പോൾ തന്നെ ഉമ്മറത്ത് കാശിനാഥന്റെ വണ്ടി കിടക്കുന്നത് അവർ കണ്ടു. സാധാരണ ഈ സമയത്ത് അവൻ വണ്ടിയും എടുത്ത് പുറത്തേക്ക് പോകാറുള്ളതാണ് പതിവ്. അകത്തേക്ക് നടക്കുമ്പോൾ തന്നെ പാറു അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിരുന്നു. അവർ പൂമുഖം കടന്ന് ഹാളിലേക്ക് വന്നപ്പോൾ കണ്ടത് കസേരയിൽ ചാരിയിരിക്കുന്ന കാശിയെയാണ്. അവന്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം ഉണ്ടായിരുന്നു. പാറു അമ്മ കയ്യിലെ ബാഗ് മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് അവന്റെ അരികിലേക്ക് നടന്നു. കാശി, നീ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ മോനെ? വണ്ടിയൊക്കെ മുറ്റത്ത് തന്നെ കിടക്കുന്നുണ്ടല്ലോ, എങ്ങും പോയില്ലേ? അവർ സ്നേഹത്തോടെ തിരക്കി. കാശി പാറുമ്മയെ നോക്കി തികച്ചും തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ ഇന്നലെ മാളികക്കൽ തറവാട്ടിൽ പോയിരുന്നു പാറുമ്മയെ. മാളികക്കൽ എന്ന പേര് കേട്ടതും പാറു അമ്മയുടെ നെഞ്ചു പിടഞ്ഞു. കാശിയുടെ ഉള്ളിൽ ആ കുടുംബത്തോടുള്ള പകയുടെ തീ എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് നന്നായി അറിയാം. അവർ പരിഭ്രമത്തോടെ അവനെ തന്നെ നോക്കി നിന്നു. അവൻ കസാരയിൽ നിന്നും എഴുന്നേറ്റ് ഒട്ടും ഭാവമില്ലാതെ ബാക്കി കൂടി പറഞ്ഞു, പത്മനാഭൻ നായരുടെ മകൾ ദക്ഷയെ ഞാൻ താലി കെട്ടി ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മുകളിലെ മുറിയിലുണ്ടവൾ. അത് കേട്ടതും പാറു അമ്മയുടെ കൈകാലുകൾ ഒരു നിമിഷം തളർന്നു പോയി. വിറക്കുന്ന ശബ്ദത്തോടെ അവർ ചോദിച്ചു, നീ ആ ദച്ചൂട്ടിയെ? എൻ്റെ കൃഷ്ണ, കാശി, നീ എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടുന്നത്? കാശി അതിനൊന്നും മറുപടി പറയാതെ മുഖം തിരിച്ചു കളഞ്ഞു. അവനോട് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ പരിഭവവും സങ്കടവും ഉള്ളിലൊതുക്കി പാറു അമ്മ വേഗത്തിൽ മുകളിലെ മുറി ലക്ഷ്യമാക്കി പടികൾ ഓടിക്കയറി. മുകളിലെ മുറിയിലേക്ക് പടികൾ കയറുമ്പോൾ പാറു അമ്മയുടെ മനസ്സിലേക്ക് കാലം ഒരുപാട് പുറകോട്ട് സഞ്ചരിക്കുകയായിരുന്നു. കാശിനാഥന്റെ ഉള്ളിൽ ഇന്ന് ആ കനലായി എരിയുന്ന ഈ പകയ്ക്ക് മുൻപ് മംഗലത്തും മാളികക്കലും തമ്മിൽ നന്മ മാത്രം നിറഞ്ഞൊരു കാലമുണ്ടായിരുന്നു. കാശിനാഥന്റെ അച്ഛൻ കേശവനും മാളികക്കൽ പത്മനാഭൻ നായരും തമ്മിലുള്ള സൗഹൃദം ഈ നാട്ടുകാർക്ക് മുഴുവനും ഒരു മാതൃകയായിരുന്നു. അക്കാലത്ത് മംഗലത്ത് തറവാട്ടിൽ പൂമുഖത്ത് എപ്പോഴും കേൾക്കാമായിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ പൊട്ടിച്ചിരിയും കൊഞ്ചലുമായി ആ തറവാടിനെ ഏറെ മനോഹരമാക്കിയിരുന്നത് ദക്ഷയായിരുന്നു. അന്ന് കാശി അവൾക്ക് ജീവനായിരുന്നു. തന്നേക്കാൾ പ്രായം കുറഞ്ഞ ആ അനിയത്തി കുട്ടിയെ അവൻ നെഞ്ചോട് ചേർത്താണ് നടന്നിരുന്നത്. മംഗലത്തെ പത്തായപ്പുരയിലും കാവിലും കുളക്കടവിലുമെല്ലാം അവൻ നടക്കുന്നിടത്തെല്ലാം അവന്റെ വിരൽ തുമ്പിൽ തൂങ്ങി അവന് പുറകെ ഒരു നിഴല് പോലെ ആ കൊച്ചുമിടുക്കിയുണ്ടായിരുന്നു. കളിപ്പാട്ടങ്ങൾക്കും മിഠായികൾക്കുമായി അവൾ കാശിനാഥന്റെ മുന്നിൽ മാത്രമാണ് വാശി പിടിച്ചിരുന്നത്. ആ കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട് അവനെ കാശിയേട്ട എന്ന് വിളിക്കുമ്പോൾ അവന്റെ മുഖത്ത് വിരിയുന്ന ഒരു ചിരിയുണ്ടായിരുന്നു. ഇന്നത്തെ കാശിനാഥനിൽ ആർക്കും കാണാൻ കഴിയാത്ത അത്രയും ശുദ്ധമായൊരു പുഞ്ചിരി. അവളെ അവൻ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേരായിരുന്നു ദച്ചുട്ടി. അവൾക്കൊരു ചെറിയ പോറലേറ്റാൽ പോലും കാശിയുടെ നെഞ്ച് പിടയുമായിരുന്നു. പക്ഷേ കാലം ക്രൂരമായിരുന്നു. പത്മനാഭൻ നായരുടെ ചതിയിലൂടെ കാശിനാഥന്റെ അച്ഛനും അമ്മയും ഇല്ലാതാവുകയും മംഗലത്ത് തറവാടിന്റെ പ്രതാപമെല്ലാം തകരുകയും ചെയ്തതോടെ ആ മനോഹരമായ ബാല്യം അവിടെ വെച്ച് അവസാനിച്ചു. കാശിയുടെ ഉള്ളിലെ സ്നേഹമെല്ലാം പത്മനാഭൻ നായരുടെ കുടുംബത്തോടുള്ള കടുത്ത പകയും പ്രതികാരവുമായി മാറി മറിഞ്ഞു. വർഷങ്ങൾ കടന്നു പോയപ്പോൾ ദക്ഷ ആ പഴയ ഓർമ്മകളെല്ലാം പാടെ മറന്നുപോയിരുന്നു. അവൾക്ക് കാശിനാഥ് ഇന്ന് വെറും ഒരു ശത്രു മാത്രമാണ്. പക്ഷേ കാശിനാഥും പാറു അമ്മയും ആ ദച്ചൂട്ടിയെ ഇന്നുവരെ മറന്നിരുന്നില്ല. തൻ്റെ ജീവിതം തകർത്തവരോടുള്ള പക വീട്ടാൻ അവനൊടുവിൽ ആ പഴയ കളിക്കൂട്ടുകാരിയെ തന്നെയാണ് ഒരു കരുവാക്കി മാറ്റി മാളികക്കൽ തറവാട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന് അവളുടെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളിലും കടിഞ്ഞാണിട്ടുകൊണ്ട് കൂട്ടിലകപ്പെട്ട പക്ഷിയെ പോലെ ആക്കി തീർത്തിരിക്കുന്നത്. പാറു അമ്മ
ആ പടവുകൾ കയറി മുകളിലേക്ക് ഓടിപ്പോകുന്നത് നോക്കി കാശിനാഥ് അവിടെ തന്നെ തടഞ്ഞു നിന്നു. അവർ പോയ ആ വഴിയിലേക്ക് നോക്കിയിരിക്കെ അവൻ്റെ മുഖത്തെ ആ കഠിനമായ ഭാവം പതുക്കെ അലിഞ്ഞുപോയി. വല്ലാത്തൊരു ശൂന്യത അവനെ വിരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. അവൻ വീണ്ടും ജനലരികിലേക്ക് നടന്ന് പുറത്തെ ആകാശത്തേക്ക് നോക്കി നിന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത അവനെ വേട്ടയാടുകയാണ്. താൻ ചെയ്തത് തെറ്റാണ്. ആ ചിന്ത അവൻ്റെ മനസ്സിൻ്റെ കോണിൽ നിന്നും വീണ്ടും വീണ്ടും കുത്തി നോവിച്ചു. ആ മുറിക്കുള്ളിൽ കരഞ്ഞു തളർന്നിരിക്കുന്നവൾ തനിക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. തൻ്റെ വിരൽത്തുമ്പിൽ തൂങ്ങി നടന്നിരുന്ന, താൻ ജീവനായി കണ്ടിരുന്ന പഴയ തെച്ചുട്ടി തന്നെയാണവൾ. അവളെ എങ്ങനെ ക്രൂരമായി വേദനിപ്പിക്കാൻ തനിക്കെങ്ങനെ കഴിഞ്ഞു എന്നൊരു ചോദ്യം അവൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു നിന്നു. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ അവൻ്റെ മനസ്സ് പത്മനാഭൻ നായരുടെ മുഖമോർത്തു. തൻ്റെ അച്ഛൻ്റെ കണ്ണീരും അമ്മയുടെ മരണവും മംഗലത്ത് തറവാടിൻ്റെ തകർച്ചയും എല്ലാം കൺമുന്നിൽ മിന്നി മറഞ്ഞതും അവൻ്റെ കൈകൾ ദേഷ്യം കൊണ്ട് താനെ ചുരുട്ടിപ്പിടിച്ചു. ആ ഓർമ്മകൾ അവൻ്റെ ഉള്ളിലെ കുറ്റബോധത്തെ പാടെ കരിയിച്ചു കളഞ്ഞു. ഇല്ല, ഞാൻ ചെയ്തത് തെറ്റല്ല, അവൻ സ്വയം മന്ത്രിച്ചു. പത്മനാഭൻ നായരോടുള്ള ആ കടുത്ത വൈരാഗ്യം അവൻ്റെ ഉള്ളിലെ നന്മയെ വീണ്ടും മൂടിക്കളഞ്ഞു. അയാളുടെ തറവാടിത്തവും അഹങ്കാരവും തകർക്കാൻ താൻ ഇതിലും വലിയ ക്രൂരത ചെയ്യാനും മടിക്കില്ലെന്ന് അവൻ തൻ്റെ മനസ്സിനെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു. എങ്കിലും ആ പഴയ ഓർമ്മകളുടെ ഒരു നേർത്ത വിങ്ങൽ അവൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കനലായി അവശേഷിക്കുന്നുണ്ടായിരുന്നു. മുകളിലെ മുറിയുടെ വാതിൽ പാറുഅമ്മ പതുക്കെ തുറന്നു. അകത്തെ ആ കനത്ത നിശബ്ദത്തിലേക്ക് നോക്കി അവരുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. മുറിയുടെ കട്ടിലിൽ വല്ലാത്തൊരു മാനസികാതത്തിൽ ശരീരം തളർന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ദക്ഷ കിടക്കുകയാണ്. അവളുടെ കിടപ്പ് കണ്ടതും പാറുഅമ്മയുടെ മനസ്സ് അപ്പാടെ തകർന്നു പോയി. അവർ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ അവളുടെ അരികിലേക്ക് നടന്നു. കട്ടിലിൻ്റെ ഒരറ്റത്തിരുന്ന് വല്ലാത്തൊരു വാത്സല്യത്തോടെ അവർ നേരെ കൈകൾ നീട്ടി. ആ അമ്മയുടെ കൈകൾ പതുക്കെ അവളുടെ നെറ്റിയിൽ തലോടി. നെറ്റിയിൽ ഒരു അമ്മയുടെ സ്പർശനം അറിഞ്ഞതും ദക്ഷ പെട്ടെന്ന് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റിരുന്നു. ഭയം നിറഞ്ഞ കണ്ണുകളോടെ അവൾ മുന്നിലിരിക്കുന്ന അവളുടെ മുഖത്തേക്ക് ഒരുപാട് നേരം സൂക്ഷിച്ചു നോക്കി. തൻ്റെ മാധവി അമ്മയെപ്പോലെ സ്നേഹം തുളുമ്പുന്ന ആ പ്രായമായ മുഖം അവളുടെ ഓർമ്മകളെ എവിടെയോ പോയി തൊട്ടു. പാറുഅമ്മയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. അവർ ദക്ഷയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വിറക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു, എന്നെ ഓർമ്മ ഉണ്ടോ എൻ്റെ ദച്ചൂട്ടിക്ക്? പണ്ട് നിന്റെ കാശിയേട്ടൻ നിന്നെ പഴയ മംഗലത്ത് തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിനക്ക് ചോറൂട്ടാനും ഉറക്കാനും ഈ പാറുഅമ്മ തന്നെ വേണമായിരുന്നില്ലേ മോളെ? ദച്ചൂട്ടി എന്ന ആ വിളി കേട്ടതും ദക്ഷയുടെ ഉള്ളിലേക്ക് ആ പഴയകാല ഓർമ്മകൾ ഒരു കുത്തൊഴുക്ക് പോലെ ഇരിച്ചു കയറി. കുട്ടിക്കാലത്ത് ലക്ഷ്മി അമ്മയും മാധവി അമ്മയും തനിക്ക് പറഞ്ഞു തന്നിരുന്ന ആ പഴയ കഥകളെല്ലാം അവളുടെ മനസ്സിലേക്ക് തന്നെ ഓടിയെത്തി. താൻ വിരൽത്തുമ്പിൽ പിടിച്ചു നടന്നിരുന്ന കാശിയേട്ടനും തനിക്ക് അമൃത് പോലെ ചോറുരുളകൾ തന്നിരുന്ന ഈ പാറുഅമ്മയും എല്ലാം ഒരു സ്വപ്നം പോലെ അവളുടെ കൺമുന്നിൽ തെളിഞ്ഞു. പെട്ടെന്നൊരഭയം എന്നോണം ദക്ഷ പാറുഅമ്മയുടെ നെഞ്ചിലേക്ക് വീണ് അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആ വലിയ ബംഗ്ലാവിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ അമ്മമാരുടെ അതേ സ്നേഹവും തണലും അവൾക്ക് ആ നെഞ്ചിൽ അനുഭവപ്പെട്ടു. പക്ഷേ ആ ഓർമ്മകൾക്കിടയിലും ദക്ഷയുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ തളർത്തിയത് കാശിനാഥിൽ വന്ന ആ മാറ്റമായിരുന്നു. പണ്ട് തന്നെ ജീവന് തുല്യം സ്നേഹിച്ച, തനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ നോക്കിയിരുന്ന തൻ്റെ സ്വന്തം കാശിയേട്ടൻ, അയാൾ ഇന്ന് തന്നെ ഇത്രമാത്രം ക്രൂരമായി നോവിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവളുടെ നെഞ്ചിനെ പിളർക്കുന്നതായിരുന്നു. ആ ദേഷ്യം നിറഞ്ഞ നോട്ടവും പുച്ഛവും ഓർക്കും തോറും അവൾ പാറുഅമ്മയുടെ നെഞ്ചിലേക്ക് കൂടുതൽ ഒതുങ്ങിക്കൂടി കരഞ്ഞുകൊണ്ടിരുന്നു. അതേസമയം മാളികക്കൽ തറവാട്ടിൽ ശ്വാസം മുട്ടിക്കുന്ന ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഫോൺ കോളുകൾ തുടരെ പോയിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ മകളെ ആ രാക്ഷസന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കാനായി പത്മനാഭൻ നായരും ഉണ്ണിയും തങ്ങൾക്ക് പരിചയമുള്ള ഉന്നതന്മാരെയെല്ലാം മാറി മാറി വിളിക്കുകയായിരുന്നു. നാട്ടിലെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെയും പണവും സ്വാധീനവുമുള്ള വലിയ ബിസിനസ്സുകാരെയും പത്മനാഭൻ നായർ വിറക്കുന്ന ശബ്ദത്തോടെ വിളിച്ചു. ഹലോ വക്കീലെ, എങ്ങനെയെങ്കിലും ഒരു ഹേബിയസ് കോർപ്സ് ഫയൽ ചെയ്യാൻ പറ്റുമോ? എൻ്റെ മോളെ അവൻ വീട്ടിൽ കയറി ബലമായി താലി കെട്ടിയിട്ടാണ് കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷേ മറുതലക്കിൽ നിന്നും വന്ന മറുപടി നിരാശപ്പെടുത്തുന്നതായിരുന്നു. പത്മനാഭൻ നായരെ, എതിർത്ത് നിൽക്കുന്നത് മംഗലത്ത് കാശിനാഥാണ്. നിയമത്തിൻ്റെ എല്ലാ വഴികളും അടച്ചിട്ടാണ് അവൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നമ്മൾ വെറുതെ തലവെച്ച നമ്മുടെ കരിയർ കൂടി അവൻ തീർക്കും. ക്ഷമിക്കണം പത്മനാഭ, ഇതിലിടപെടാൻ എനിക്ക് ഭയമാണ്. വലിയ നാട്ടുപ്രമാണിമാരും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും വരെ കാശിനാഥൻ എന്ന പേര് കേൾക്കുമ്പോൾ പിന്നോട്ട് വലിയുകയായിരുന്നു.
പണത്തിനും പ്രശസ്തിക്കും അപ്പുറം കാശിനാഥൻ്റെ ആ കരിങ്കല്ല് പോലുള്ള മനസ്സിനെയും അവൻ്റെ കയ്യിലുള്ള അധികാരത്തെയും ഓർത്ത് അത്രയും വലിയ ആളുകൾ പോലും ഭയന്ന് വിറക്കുന്നു എന്ന് പത്മനാഭൻ നായർക്ക് ബോധ്യപ്പെട്ടു. ഓരോ ഫോൺ കോൾ കട്ട് ചെയ്യുമ്പോഴും പത്മനാഭൻ നായരുടെ മുഖത്തെ പ്രതാപം പതുക്കെ അസ്തമിച്ചു കൊണ്ടിരുന്നു. ഉണ്ണിയും തൻ്റെ സുഹൃത്തുക്കളെയും ഗുണ്ടകളെയും വരെ വിളിച്ച് ബംഗ്ലാവിലേക്ക് കയറാൻ നോക്കിയെങ്കിലും കാശിനാഥൻ്റെ കോട്ടയ്ക്കുള്ളിലേക്ക് വിരൽ ചൂണ്ടാൻ പോലും ആരും തയ്യാറായില്ല. എല്ലാവരുടെയും മറുപടി ഒന്നായിരുന്നു: അവൻ മംഗലത്ത് കാശിനാഥാണ്. അവനോട് കളിച്ചാൽ ജീവനോടെ ബാക്കിയുണ്ടാകില്ല. തൻ്റെ പണവും നാട്ടുപ്രമാണിത്വവും സ്വാധീനവും എല്ലാം ആ ഒരുവന്റെ മുന്നിൽ വെറും പൂജ്യമായി മാറുന്നത് പത്മനാഭൻ നായരുടെ നിസ്സഹനായി കണ്ടുനിന്നു. അത്രയും കാലം അഹങ്കാരത്തോടെ ജീവിച്ച ആ അച്ഛനൊടുവിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു പോയി. കയ്യിലിരുന്ന ഫോൺ താഴേക്ക് ഊർന്നു വീണു. ഹാളിലെ വലിയ കസാരയിലേക്ക് തളർന്നിരുന്ന പത്മനാഭൻ നായരുടെ കണ്ണുകളിൽ നിന്നും ഒടുവിൽ തോൽവിയുടെ കണ്ണുനീർ തുള്ളികൾ പുറത്തേക്കൊഴുകി. സിംഹത്തെ പോലെ ഗർജിച്ചിരുന്ന മാളികക്കൽ തറവാട്ടിലെ കാരണവർ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പോലും കഴിയാതെ നിസ്സഹായ അവസ്ഥയിൽ തല താഴ്ത്തി പൊട്ടിക്കരഞ്ഞുപോയി.